ഇപ്പൊ ഡിവോഴ്സ് ആയി എന്നുള്ളത് ഞാൻ തന്നെ ഒന്ന് എന്താ പറയാ, എന്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചു, കല്ലു ഇങ്ങനെ സായിച്ചനും എന്റെ ഫ്രണ്ട്സും സായിച്ചനും ബിന്ദമ്മാന്നാ വിളിക്കാം, സായിച്ചനും ബിന്ദമ്മയും ഡിവോഴ്സ് ആയി എന്നൊക്കെ പറഞ്ഞു. ഞാന് ഡിവോഴ്സ് അപ്പത്തേക്ക് കുറച്ചെന്റെ ക്ലോസ് ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറയും, എടി നമ്മുടെ സായിച്ചനും ബിന്ദമ്മ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞല്ലോ, നീ പോയി പറഞ്ഞൊക്കെ. ഞാൻ പോയി പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ടി വി കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഗൈസ് നിങ്ങള് ഡിവോഴ്സ് ആയി കേട്ടോ, പെട്ടെന്ന് മാറിയെന്നൊക്കെ. ഓക്കെ, അതങ്ങനെയായിരുന്നു ആ കഥ. അവരുടെ സൈഡ് കേട്ടു, ഈ സൈഡ് കേൾക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ. അതുപോലെ വേറെ എന്തൊക്കെയായിരുന്നു ഇതുപോലെ കേട്ടിട്ടുള്ളേ? ബിന്ദു പണിക്കരുടെ മകൾ വിവാഹിതയാവാൻ പോകുന്നു, അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. അതും ഏറ്റവും കഷ്ടം എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ ചേട്ടന്റെ മോനാ. ഞങ്ങള് രണ്ടുപേരും വിഷുവിനൊരു ഫോട്ടോഷൂട്ട് ചെയ്തു. അവൻ എന്നെക്കാളും കുറച്ച് ഹൈറ്റ് ഉണ്ട്, എന്റെ യങ് ബ്രദർ ആണ്. ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും എന്താ ഭാവി വരനും ഒപ്പം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ദൈവമേ, നമ്മള് കല്യാണം അങ്ങനെയൊക്കെ. വേറെന്നോ അത് എനിക്ക് ആക്ച്വലി പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ UK പോയപ്പോ 4.5 കോടി മുടക്കി ബിന്ദു പണിക്കരുടെയും 4.5 കോടിക്ക് ഇത് കോസാന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാനും കണ്ടു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇനി 4 അല്ല 10 എന്ന് പറഞ്ഞു കമന്റ് കുറഞ്ഞു പോയിന്ന്. എനിക്ക് അറിയില്ല ഏത് കോഴ്സാണെന്ന് ആലോചിക്കും. 4.5 കോടി മുടക്കി കോഴ്സ് പഠിക്കാൻ. അവിടെ മനുഷ്യനിങ്ങനെ ജീവിച്ചു, അവിടെ വേറെ പണി ചെയ്യുന്ന മനുഷ്യനവിടെ ജീവിച്ചോണ്ടിരിക്കണേ സൈഡായിട്ട്. അതൊക്കെ ക്രേസിയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങള്. പക്ഷെ ഇപ്പൊ അതൊക്കെ ശീലം. ഇപ്പൊ ഓർക്കുമ്പോ ചിരി വരണ്ടല്ലേ. UK പോയാലും വെറുതെ വിടില്ലല്ലോ എന്ന്. 4.5 കോടി ഞാൻ ഇപ്പോഴും ആലോചിക്കും, ഏതായിരിക്കും അങ്ങനെ കോഴ്സ് ഒക്കെ ഉണ്ടോ ഇത്രയും കോടിയൊക്കെ മുടക്കി. ഒരു ഇപ്പൊ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു സ്റ്റാർ കിഡ് ആണെങ്കിൽ പോലും അതിന് ഭയങ്കര ഒരു വാല്യൂ കൊടുത്തിട്ടോ. ഇപ്പൊ ചില ആളുകൾ നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്ന ആളുകളുണ്ട്. പക്ഷെ കല്യാണിയുടെ ഇതിൽ തന്നെ നിന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു പോകുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെയല്ലേ? സത്യം പറയണേ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇപ്പൊ അമ്മയുടെ അച്ഛനെയും പോലെ അല്ല, എനിക്ക് എന്റേതായ ഒരു ഇത് വേണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്തൊക്കെ ഡാൻസ് ചെയ്തു ഇതെന്ന് പറഞ്ഞാലും എനിക്ക് ഇഷ്ടവും സായികുമാറിന്റെ ബിന്ദു പണിക്കറിന്റെ മകളെന്ന് കേൾക്കാൻ തന്നെയാണ്. എനിക്ക് അതിലൊരു ഇതുമില്ല. പിന്നെ അതിന്റെ കൂടെ ഡാൻസും ഇതും വന്നു, ഹാപ്പി. അങ്ങനെ അവർക്കും ഇതാക്കാൻ പറ്റുന്നുണ്ടല്ലോ. ലൈക്ക് എന്താ പറയാ, ഞാൻ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ എന്തോ നിക്കാൻ തോന്നുന്നു, എന്നെ അവര് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ കണ്ട. അപ്പൊ ഒരു പെൺകുട്ടി വന്നിട്ട് അച്ഛനും അമ്മയും അവിടെ കോഫി കുടിച്ചിരിക്കും. ഞാൻ കുറച്ചും കൂടെ മാറി വന്നിട്ട്, കല്യാണിയുടെ അച്ഛനും അമ്മയല്ലേന്ന്. അവരെന്നിങ്ങനെ നോക്കി, അതെ മോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പേര് ചോദിക്കാറുണ്ട് ആക്ച്വലി. കുറച്ച് ഇപ്പോഴത്തെ സായികുമാറിന്റെ എക്സ്പ്രഷൻ ആലോചിച്ചോണ്ടിരിക്കണേ. അതെ അവിടെ ഉണ്ട്. അങ്ങനെ കുറച്ച് പേര് ചോദിക്കാറുണ്ട്. പക്ഷെ അവർക്കത് ഭയങ്കര പ്രൗഡായിരിക്കും. അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും നമ്മളൊക്കെ ഒരു ഫാമിലി. പക്ഷെ എനിക്ക് അച്ഛന്റെ അമ്മയുടെ മോളാന്ന് അറിയപ്പെടാനാണ് എനിക്ക്. അതെ. പിന്നെ പക്ഷെ എന്നാലും പുറത്തൊക്കെ ഇറങ്ങുമ്പോ ആളുകൾ എനിക്ക് തോന്നുന്നു ഈ റീൽസിലൊക്കെ ഇതായി കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങുമ്പോ കൂടുതൽ പേര് ആ കല്യാണിനെ ഇതാക്കി തുടങ്ങിയത്. റീൽസ് ഒക്കെ ഒന്ന് മെച്ചപ്പെട്ടു വന്നപ്പോ ആൾക്കാര് തിരിച്ചറിയാൻ. ഈവൻ UK പോകുമ്പോഴും ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ആക്ച്വലി. ലൈക്ക് ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഇപ്പൊ ഒരു വഴി കൂടെ പോകുമ്പോ ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ സെൻട്രൽ ലണ്ടൻ അല്ല, ഈസ്റ്റ് ലണ്ടൻ ആണ്. ഞാൻ ഇങ്ങനെ നടക്കും, ഈവനിങ് നടക്കും, ചിലപ്പോൾ എനിക്ക് ക്ലാസ് ഇല്ലാത്ത സമയത്ത് നടക്കുമ്പോൾ ഒരു സ്വിഗ്ഗി അല്ല, അവിടെ എന്താ ഊബർ ഈറ്റ്സും അല്ല, ഡെലിവറു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ആപ്പ്. അപ്പൊ ഡെലിവറി ചെയ്യണ ഒരു 40+ ഉണ്ടാവും. നിങ്ങൾ ബാക്കിൽ സൈക്കിൾ നിർത്തിയപ്പോ ഞാൻ പേടിച്ചു ആക്ച്വലി. സ്നാച്ചിങ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. ഞാൻ വിചാരിച്ചു സ്റ്റാബിങ് ഒക്കെ കൂടുതലാണ് ആക്ച്വലി അവിടെ. ഞാൻ പേടിച്ചു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവര്, അയ്യോ പേടിക്കണ്ട, മലയാളി, അതെ സായികുമാറിന്റെ മോളല്ലേ. ഞാൻ പറഞ്ഞു അതെ, അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എന്നൊക്കെ പറഞ്ഞ ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് പോയി. അതൊക്കെ ഒരു സന്തോഷല്ലേ നാട്ടിലൊക്കെ. എന്താ ചേട്ടാ, കോമഡി ആണെങ്കിലും സീരിയസ് ആണെങ്കിലും ഏത് വേഷവും അനായാസമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ബിന്ദു പണിക്കർ. 1992 സിബി മലയിൽ സംവിധാനം ചെയ്ത കമലതളത്തിലൂടെയാണ് ബിന്ദു പണിക്കർ ചലച്ചിത്ര രംഗത്തെത്തിയത്. ഏറെക്കാലമായി നടൻ സായികുമാറിനൊപ്പം ലിവിംഗ് ടുഗദറിലായിരുന്നു ബിന്ദു പണിക്കർ. 2009 ബിന്ദു പണിക്കർ സായികുമാറിനെ വിവാഹം ചെയ്യുന്നത്. ഇപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹപുത്രിയായി വളരുകയാണ് ഏകമകൾ കല്യാണി. സിനിമയെ പറ്റി സംസാരിക്കാനും എനിക്ക് ഇവരുടെ കാര്യങ്ങൾ കുറെ കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ കഥകളൊക്കെ പറയുമായിരിക്കുമല്ലോ, പണ്ടത്തെ സെറ്റിലെ ഓരോ കഥകൾ. സെറ്റിലൊക്കെ പോവാറുണ്ടായിരുന്നു കല്യാണി? പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ
പോയിക്കൂടായികയൊന്നുമില്ല, പോവുകയൊക്കെ ചെയ്യും. പോകും. ഓക്കെ. പിന്നെ സായിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യം, എല്ലാവരും പറഞ്ഞു നിങ്ങളെ കുത്തിപ്പൊക്കാമോ. അല്ല ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ റീസെന്റ് ഇന്റർവ്യൂല് ഞാൻ ഇരുന്ന് കണ്ടപ്പോ ഫുൾ കല്യാണിയാ. അപ്പൊ അവര് പറഞ്ഞതിന്റെ മറുപടി നമുക്ക് കല്യാണി എന്നാണല്ലോ കിട്ടണത്. അതെ, അപ്പൊ എനിക്ക് കല്യാണം കിട്ടുമ്പോ ഞാനത് ചോദിക്കണമല്ലോ. വീട്ടിലെ ഏറ്റവും വലിയ പിശുക്ക് കല്യാണിയാന്നാ പറയുന്നത്. അച്ഛാ പിശുക്കാണെന്നൊക്കെ പറഞ്ഞ അത് ഭയങ്കര എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പൊതുവെ അങ്ങനെയാണ്. അത് നല്ലതാണോ ചീത്തയാണോ സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. പൊതുവെ ഞാൻ ഏതാണ്ട് എനിക്ക് സായിച്ചേട്ടൻ പറഞ്ഞപ്പോ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞത് മറ്റേ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ എവിടെ ഒരു 10 രൂപ കൂടി അയ്യോ ഇത്രയും രൂപയോ, ഇത് വേണ്ട, എന്നിട്ട് വീണ്ടും ബാക്ക് അടിച്ചാളയോ. അത് അച്ഛൻ്റെ അമ്മയുടെയും പൈസ ആണെങ്കിലും ഇപ്പൊ എന്റെ കയ്യിൽ നിന്നുള്ള പൈസ ആണെങ്കിലും എല്ലാം നമുക്ക് എന്റെ കയ്യിൽ നിന്നുള്ള പൈസ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പിശുക്ക് കൂടുമല്ലോ. അതെ, നമ്മളുടെ ആണല്ലോ, നമ്മളുടെ അധ്വാനാണത്. 10 രൂപയാ. അതെ, ഓവർ പിശുക്കൊന്നും ഇല്ല കേട്ടോ. എനിക്ക് വേറൊരാൾക്ക് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചെയ്തു കൊടുക്കാനോ ഒന്നും എനിക്ക് അല്ല. ഇത് ലൈക് പിശുക്ക് മീൻസ് അങ്ങനെ ആയിരിക്കില്ല അവര് ഉദ്ദേശിച്ചത്. നമ്മൾ ഈ സേവ് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവില്ല. എനിക്കും ഉണ്ടാ സ്വഭാവം. എന്റേതായ എന്തെങ്കിലും മേടിക്കാൻ ഒരു ഇച്ചിരി മേടിച്ചെന്ന സന്തോഷം. ഓ തന്നോളൂ. വീട്ടില് അച്ഛൻ അമ്മ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോഴേക്കും വരുന്ന ലൈക് കോമൺ ആയിട്ട് വരുന്ന കുറെ ഗസ്റ്റ് ഒക്കെ ഉണ്ടാവും. ലൈക്ക് ഇപ്പൊ നമ്മളുടെ സെലിബ്രിറ്റീസ് ഒക്കെ ആയിക്കോട്ടെ, എപ്പോഴും വീട്ടിലേക്ക് വരുന്ന ഒരു ഗസ്റ്റ് ആയിരുന്നു കല്യാണി ചെറുതിലേ തൊട്ട് കാണുന്നത്. അങ്ങനെ സെലിബ്രിറ്റീസ് ഇവര് എന്ന് പറഞ്ഞാ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ എന്ത് സെലിബ്രിറ്റീസ് ആണെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഇവരെ ഒരു ഷൂട്ട് ലൊക്കേഷനിൽ പോയി ഒരു പരിപാടിക്ക് പോവാ, എല്ലാരോടും സംസാരിച്ചു, എല്ലാരോടും നല്ല, എന്നിട്ട് അങ്ങനെ അങ്ങ് വരും. നിങ്ങക്ക് കുറച്ചൊരു സ്പെൻഡ് ഒക്കെ ചെയ്ത് കുറച്ച് അവര് പോവാ, എല്ലാത്തിലും കൂടുക, തിരിച്ചു കോണ്ടാക്ട്സ്. അതെ, അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ആരെയും അങ്ങനെ എല്ലാരെയും കണ്ടിട്ടുണ്ട്. ഓരോരുത്തരും സ്ക്രിപ്റ്റ് പറയാനൊക്കെ വന്നിട്ടുണ്ട്. അതല്ലാണ്ട് ഒന്നിൽ കൂടുതൽ വന്ന ഒരാള് പറയാൻ എനിക്ക് അറിയില്ല. അല്ല ലൈക്ക് എപ്പോഴെങ്കിലും അവരുടെ രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ട് ആയിട്ട് എപ്പോഴും ഒരാൾ, ഇപ്പൊ അച്ഛനും ആണെങ്കിലും അല്ലെങ്കിൽ അമ്മയ്ക്കാണെങ്കിലും അങ്ങനെ ഉണ്ടാവും. ഞാൻ കോളിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ഇന്നസെന്റ് അങ്കിളാണ്. എല്ലാ കാര്യത്തിലും എന്തുണ്ടെങ്കിലും വിളിച്ചു പറയേ, അതൊക്കെ ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു ശബ്ദം അദ്ദേഹത്തിന്റെയാണ്. ഇന്നസെന്റ് അങ്കിളുടെ കോളിൽ എപ്പോഴും ഞാൻ ചില സമയത്ത് വിളിക്കുമ്പോ ഒക്കെ സ്പീക്കർ ഇട്ട് ഞാനും കേൾക്കാറുണ്ട്. ഭയങ്കര രസമാണ്. നമ്മളെ ഭയങ്കരമായിട്ടും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ടോക്കായിരുന്നു. അതില് കല്യാണിക്കേട്ട് നല്ല പണി വെക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ. എന്റെ പേര് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തിനാണ് എന്റെ പേര് എടുത്തിട്ട് ചോദിക്കുന്ന ചോദ്യം അതേ ഉള്ളൂ. അതെ, മൊത്തം കല്യാണി കല്യാണി കല്യാണി. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടെ എന്റെ ചേച്ചി. അല്ല പക്ഷെ അതൊക്കെ എന്നിട്ട് സായിച്ചനടക്ക് പറയുന്നുണ്ട്, ഈശ്വര ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവളെന്നെ കൊല്ലും, എന്നാലും കുഴപ്പമില്ല പറയാന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ അതിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യം സിനിമയുടെ കാര്യമായിരുന്നു പറഞ്ഞത്. പക്ഷെ അതിനെ കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല, ഇതുവരെ സംസാരിച്ചിട്ടില്ല, അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല എന്ന് ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ഫീൽഡിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാന്നല്ല, തീർച്ചയായിട്ടും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ലൈക് ഡാൻസും അതും ഈ ഒരു ആർട്ടിസ്റ്റിക് സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പഠിക്കാൻ പോയി, അത് കഴിഞ്ഞു, ഇനി അറിയില്ല ഭാവിയിൽ ചിലപ്പോ നമ്മള്. പിന്നെ ലാലേട്ടന്റെ സ്ക്രിപ്റ്റ് ഒക്കെ വരണ്ടേ? അതെ, എന്റെ ദൈവമേ. അല്ലേ, അതെനിക്ക് കുറെ നാൾ മുന്നേ ഉള്ള ഒരെണ്ണത്തിൽ ഞാൻ കണ്ടിരുന്നു. ആരുടെ കൂടെ അഭിനയിക്കണം ചിലപ്പോ ലാലേട്ടന്റെ പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ആർക്കാ ഒരു ആഗ്രഹം ഇല്ലാത്തത് ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും പൃഥ്വിരാജിന്റെയും കൂടെ ഒക്കെ അഭിനയിക്കും. അതെ. പിന്നെ സായിച്ചേട്ടൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ബിന്ദു ചേച്ചിയേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ കണക്ട് ആയിട്ടുള്ള സായിച്ചേട്ടന്റെ അടുത്താണല്ലേ. എവിടെ പോയാലും വിളിച്ച് പറയും എന്ന് പറഞ്ഞു. അച്ഛൻ ഇടക്ക് വാസുകൊണ്ടനാവുന്നോണ്ടാണോ അത് പേടിച്ചിട്ട് വിളിച്ചു പറയാണ്? അല്ല ഈ എന്താ പൊതുവെ കുറച്ചുകൂടി ശാന്തമായ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന അച്ഛനാണ്. അത് മാത്രം, അത് എവിടെ പോയാലും അങ്ങനെ വിളിക്കും. അച്ഛൻ ത്രൂ അമ്മയിലേക്ക് കണക്ട് ചെയ്യാനുള്ള പ്ലാൻ ആണോ അത്? അതിന് എന്തെങ്കിലും ചെറിയ കളത്തരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അച്ഛനോടെ പറയുള്ളൂ, വഴി ഇങ്ങനെ അമ്മയോട് പൊക്കോളും. അല്ല പൊതുവെ സായിച്ചേട്ടൻ എങ്ങനെയാ ഇപ്പൊ ഒരു കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോ ഒക്കെ? അധികം ഇപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ അധികം വഴക്ക് പറയോ അല്ലെ അധികം അതിനെ പറ്റി സംസാരിക്കാം ഒന്നുമില്ല. തോന്നുന്ന കാര്യങ്ങള് പറയേണ്ട രീതിയിൽ കുറച്ച് പറയുള്ളൂ. പക്ഷെ പറയുന്നതില് എന്തെങ്കിലും വഴക്കൊക്കെ പറയണേ അങ്ങനെ. പക്ഷെ പൊതുവെ വീട്ടില് ഭയങ്കര കാം പേഴ്സൺ ആണ്. ഇപ്പൊ ഞാൻ ശരിക്കും ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ സിനിമയുടെ ബേസ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ടാവുമല്ലോ കല്യാണിക്ക്. എന്തുകൊണ്ടാ ഇപ്പൊ വേണ്ടെന്നുള്ളൊരു ഡിസിഷൻ? ഇപ്പൊ വേണ്ടെന്നല്ല, നല്ലത് ലൈക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിനെ ഉള്ളൂ. എനിക്ക് അറിയില്ലല്ലോ ഏതാണെന്നൊന്നും അറിയില്ല. ഉണ്ടെങ്കിൽ വരുമ്പോ കാണാം, അത്രയും സന്തോഷം.
അപ്പൊ ചെയ്യാന്നുള്ളൊരു മൈൻഡില്. ഓക്കെ. എന്നാൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോ അച്ഛനും അമ്മ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു ലൈക്ക് ഒരു സിനിമാ ഫീൽഡിനെ ഒക്കെ കുറിച്ചിട്ട്? സിനിമ ഫീൽഡിനെ പറ്റി അങ്ങനെ കാര്യമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ വീട്ടിൽ തന്നെയല്ലേ രണ്ടുപേരും. അവരുടെ ഒരു മൂവി കഴിയുമ്പോ തന്നെ അവര് പറയുന്ന കാര്യങ്ങൾ എനിക്ക് കേൾക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെതായ ഉപദേശങ്ങൾ എപ്പോഴും അവര് പണ്ടും ഇന്നും എപ്പോഴും തരും. ഓക്കെ. ഇവരെ രണ്ടുപേരും ചെയ്ത സിനിമകളിൽ ഇപ്പൊ ഏറ്റവും ഒരു ഇഷ്ടമുള്ള ക്യാരക്ടർ ഉണ്ടാവില്ലേ, അതേതായിരിക്കും? ഓൾ ടൈം ആണോ ഇപ്പൊ ഇറങ്ങിയതാണോ? ഓൾ ടൈം. ഓൾ ടൈം അമ്മയുടെ ഞാൻ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട് ഇത്. എനിക്ക് അമ്മയുടെ ജോക്കർ എന്ന് പറഞ്ഞ മൂവിയിലെ ദാറ്റ് ഇസ് മൈ ഓൾ ടൈം ഫേവറേറ്റ്. ലൈക്ക് അമ്മയുടെ ഏറ്റവും നല്ലൊരു പെർഫോം, ഏറ്റവും നല്ലതെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ അച്ഛൻ അങ്ങനത്തെ ഒരു സീരിയസ് റോൾ എടുത്തു പറയാൻ പറ്റില്ല. ഒരുപാട് ക്യാരക്ടർ ഉണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് മൈ ബോസ് ഭയങ്കര ഇഷ്ടം. എന്താ അറിയില്ല, കുറച്ചുകൂടി റിയൽ ഫാദർ ആയിട്ട് എനിക്ക് തോന്നും. ദാറ്റ് ഇസ് ആക്ച്വലി ഹിം. അങ്ങനെയാണല്ലേ? ദാറ്റ് ഇസ് ആക്ച്വലി ഹിം ആക്ച്വലി. അങ്ങനെയാണ്. കോമഡിയും റിലാക്സേഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണ്.